ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2024 പുറത്തിറങ്ങിയ ഠുക്രാ കെ മീരാ പ്യാർ എന്ന ഹിന്ദി സിനിമയാണ് കാണാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ നമ്മൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ അരികിൽ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് സിനിമയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു തടാകം കാണിക്കുന്നു. ഈ തടാകത്തിൽ ധാരാളം ബോട്ടുകൾ ഓടാറുണ്ട്. എന്നാൽ രാത്രി സമയത്ത് അതേ ബോട്ട് ഓടിക്കുന്നവർക്ക് ഒരു 2000 രൂപ കൊടുത്താൽ ആ ബോട്ടിന് ചുറ്റും സ്ക്രീൻ പോലെ കെട്ടിത്തരും. അങ്ങനെ ഈ സ്ഥലത്തേക്ക് ഒരു കാമിതാക്കൾ വരുന്നു. ആ ജോഡികൾ 2000 രൂപ കൊടുത്ത് ആ ബോട്ടിൽ പോകുന്നു. അതിൽ കാമുകൻ കാമുകിയോട് കുറച്ചടുത്തിരിക്കാമെന്ന് പറഞ്ഞടുക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് 10 പേരുള്ള ഒരു സംഘം വരുന്നു. ഇവരുടെ മുഖത്തൊക്കെ ലൈറ്റ് അടിക്കുന്നുണ്ട്. ആരാടാ ബോട്ടിനുള്ളിൽ ഇരുന്നുകൊണ്ട് കണ്ടതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവർ ബോട്ടിന്റെ അടുത്തേക്ക് വരുന്നു. ബോട്ട് ഓടിച്ചയാൾ വെള്ളത്തിൽ ചാടി രക്ഷപ്പെടുന്നു. ഇപ്പോൾ ആ കാമുകനെയും കാമുകിയെയും അവരുടെ ബോട്ടിൽ കയറ്റി നേരെ നാട്ടിലുള്ള ജന്മിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഈ ജന്മിയെ പറ്റി പറയണമല്ലോ. ഇദ്ദേഹം ആ നാട്ടിലെ വലിയ പണക്കാരനാണ്, വലിയ ആളാണ്. ആ നാട്ടിൽ ഇദ്ദേഹം പറയുന്നതാണ് നിയമം. 2024 ഈ കഥ നടക്കുന്നതെങ്കിലും തോക്ക് സംസ്കാരവും കത്തി സംസ്കാരവും ഒക്കെയായി ഈ ജന്മിയും ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുമാണ് ആ നാട്ടിലെ കാര്യങ്ങൾ നടക്കുന്നത്. പ്രധാനമായും ഈ ജന്മി ജാതി നോക്കുന്നയാളാണ്. ഇദ്ദേഹത്തിന് 2 മക്കളാണ്, ഒരു മകനും പിന്നെ ഒരു മകളും. മകളാണ് നമ്മുടെ ഹീറോയിൻ, പേര് ചിത്ര. വളരെ ചുറുചുറുക്കുള്ള പ്രകൃതമാണ്. അച്ഛൻ വലിയ ആളായത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ ചിത്രയ്ക്കും ഉള്ളിൽ ആ അഹങ്കാരമുണ്ട്. ആ സമയത്താണ് ജന്മിയുടെ ആളുകൾ ആ കാമിതാക്കളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഹീറോയിൻ ചിത്ര കാണുന്നത്. എന്താ എന്നും അച്ഛൻ തന്നെയാണോ വിചാരണ നടത്തുന്നത്? എനിക്കിതൊന്നും ചെയ്തുകൂടെ എന്ന് ചോദിച്ച് ആ കാമുകന്റെ അടുത്തേക്ക് വന്ന് ലവ് ചെയ്യുന്നു അല്ലേ? ശരി, നീ ഏത് കാസ്റ്റാണ്? അവൾ ഏത് കാസ്റ്റാണ്? കല്യാണത്തിന് മുൻപേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, ഇവൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് ആ പയ്യൻ പറയുമ്പോൾ ഉടനെ നമ്മുടെ ഹീറോയിൻ ഒരു തോക്ക് കൊടുത്ത് കഴിയുമെങ്കിൽ ഇവൾക്കായി നീ സ്വയം വെടിവെക്കൂ, നിനക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്നു. ആ പയ്യൻ സ്വയം വെടിവെക്കാൻ നോക്കുന്നു, പക്ഷെ വെടി പൊട്ടുന്നില്ല. ഇപ്പോൾ ആ പയ്യൻ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് തോക്ക് കൊടുത്ത് നീ വെടിവെച്ച് കാണിക്കൂ എന്ന് ചോദിക്കുന്നു. എന്നാൽ ആ പെൺകുട്ടി ഞാൻ ടൈം പാസിനാണ് ലവ് ചെയ്തത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്നു. അങ്ങനെ ആ കമിതാക്കളുടെ പ്രണയം അവിടെ തകരുന്നു. ഇത് കണ്ട് ഹീറോയിന് ചിരിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ചിത്രയ്ക്ക് പ്രണയത്തിന് മേൽ വലിയ വിശ്വാസമൊന്നുമില്ല. സീൻ കട്ട് ചെയ്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഹീറോ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് അതേ നാട്ടിൽ ജീവിക്കുന്നത്. കോളേജിൽ അവൻ ടോപ്പറാണ്. തന്റെ മകനെ ഒരു വലിയ ഓഫീസർ ആക്കണമെന്ന് പറഞ്ഞ് ഹീറോയുടെ അച്ഛൻ വള്ളമോട്ടുന്ന ജോലിയും നാടകത്തിൽ പെൺവേഷം കെട്ടി ആടുന്നതും ഒക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് അവനെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധ മാറിപ്പോകരുത് എന്ന് കരുതി ഹീറോ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇപ്പോൾ ആ നാട്ടിൽ ഒരു പാലമുണ്ട്. ആ പാലത്തിലൂടെ മന്ത്രിയുടെ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ എതിർ ദിശയിൽ ഒരു ടാറ്റ സുമോ വരുന്നു. അവിടെയുള്ള പോലീസ് ഓഫീസർ ടാറ്റ സുമോയോട് പുറകോട്ട് പോകാൻ പറയുന്നു. മന്ത്രിയുടെ വണ്ടിക്ക് വഴി കൊടുക്കാൻ പറയുന്നു. എന്നാൽ ടാറ്റ സുമോയിലുള്ളത് ആ ജന്മിയാണ്. ആ മന്ത്രിയെ തന്നെ അവിടേക്ക് വിളിച്ച്, എടോ, ഞാൻ കാശ് കൊടുത്തിട്ടാണ് നീ മന്ത്രിയായത്, എന്റെ വണ്ടിയോട് പുറകോട്ട് പോകാൻ പറയുന്നു, വാ എന്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങൂ എന്ന് പറഞ്ഞ് ആ മന്ത്രിയെ തന്നെ അപമാനിച്ചു വിടുന്നു. അത്രയും പവർഫുൾ ആയ ഒരാളാണ് നമ്മുടെ ചിത്രയുടെ അച്ഛനായ ഈ ജന്മി. ഇവിടെ നമ്മുടെ ഹീറോ എപ്പോഴും സൈക്കിളിലാണ് കോളേജിൽ പോകുന്നത്. അങ്ങനെ ഒരു ബോട്ടിൽ തന്റെ സൈക്കിൾ എടുത്തു പോകുമ്പോൾ അതേ ബോട്ടിനായി കാത്തു നിൽക്കുന്ന ഹീറോയിൻ ബോട്ട് വരാൻ വൈകുന്നത് കാണുന്നു. ഹീറോയിൻ ചിത്ര എപ്പോൾ കോളേജിൽ പോയാലും ചുറ്റും അച്ഛന്റെ ആളുകൾ ഉണ്ടാകും. ആരാടാ ബോട്ടിനുള്ളിൽ സൈക്കിൾ വെച്ചത് എന്ന് പറഞ്ഞ് ഹീറോയുടെ സൈക്കിൾ ബോട്ടിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഇതിൽ ഹീറോയുടെ സൈക്കിളിന്റെ പെഡൽ ഒടിഞ്ഞു പോകുന്നു. ഇത് ചിത്ര കാണുന്നു. എന്തിനാ ഇങ്ങനെ ക്രൂരമായി പെരുമാറുന്നത്? എന്റെ ക്ലാസ്സിലെ പയ്യനാണ്, കോളേജ് ടോപ്പറാണ്, പാവമാണ് അവൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഹീറോയോട് ഹീറോയിൻ ഒരു ചെറിയ സഹതാപം തോന്നുന്നത്. ഈ സംഭവം നടന്നതുകൊണ്ട് തന്നെ ഹീറോ കോളേജിൽ വരാൻ വൈകുന്നു. കോളേജിൽ പ്രസംഗ മത്സരം നടക്കുന്നുണ്ട്. അതിൽ ഹീറോ വൈകി വന്ന് സംസാരിക്കുന്നത് ഹീറോയിൻ ചിത്ര ശ്രദ്ധിക്കുന്നു. നമ്മുടെ ഹീറോയുടെ വീട് കാണിക്കുന്നു. ഇഷ്ടികകൾ ഉണ്ടാകും, പെയിന്റ് ഉണ്ടാവില്ല, നിറയെ കഷ്ടപ്പാടുകൾ ഉണ്ടാകും, കൂടെ നിറയെ സന്തോഷവും ഉണ്ടാകും. അങ്ങനെയുള്ള വീടാണ് ഹീറോയുടേത്. ഹീറോയ്ക്ക് ഒരു ചെറിയ അനിയത്തിയുണ്ട്. അച്ഛനും അമ്മയും ഒക്കെയായി സന്തോഷത്തോടെ ജീവിക്കുന്നു. നമ്മുടെ ഹീറോയിൻ എപ്പോഴും ഒരു ബുള്ളറ്റ് ആണ് ഓടിക്കുന്നത്. ഇപ്പോൾ അവൾ ഹീറോയ്ക്കായി ഒരു സൈക്കിൾ വാങ്ങി അവിടെ കൊണ്ട് നിർത്തിയിട്ട്
നിന്റെ സൈക്കിളിന്റെ പെഡൽ ഞങ്ങളുടെ ആളല്ലേ ഓടിച്ചത്, അതുകൊണ്ടാണ് ഈ സൈക്കിൾ വാങ്ങി തന്നത്, ഇത് ഉപയോഗിച്ചോ എന്ന് പറയുന്നു. എന്നാൽ ഹീറോ അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. എന്റെ സൈക്കിൾ തന്നെ തിരിച്ചു തരൂ എന്ന് പറയുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തിട്ട് പോ, ഇല്ലെങ്കിൽ സൈക്കിൾ ഇല്ലാതെ നീ നടക്കണം, കുഴപ്പമില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ ഈ പെണ്ണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് കരുതി ഹീറോ ആ സൈക്കിളും എടുത്തു പോകുന്നു. അപ്പോൾ ഹീറോയിനും ഒരു ചെറിയ ചിരി വരുന്നുണ്ട്. ഇപ്പോൾ ഹീറോയുടെ അച്ഛൻ അതേ നാട്ടിൽ രാത്രി ഒരു തടാകത്തിൽ നൃത്തം ചെയ്യുന്നു, അതും പെൺവേഷം കെട്ടി. അത് ജന്മിയുടെ മകൻ സുഹൃത്തുക്കളോടൊപ്പം കാണുന്നു. മദ്യപിച്ചിരിക്കുന്നത് കൊണ്ട് അയാൾ ഹീറോയുടെ അച്ഛന് കുറെ പണം കൊടുത്ത് അച്ഛനോട് കുറച്ച് മോശമായി പെരുമാറുന്നു. ഇതൊക്കെ പരസ്യമായി നടക്കുന്നത് കൊണ്ട് ഇതെല്ലാം ഹീറോയും ചിത്രയും ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് ഹീറോയുടെ അച്ഛൻ സമ്പാദിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് മകന് 10,000 രൂപ കൊടുത്ത് പറയുന്നത്, മാസ്റ്റർ പീസ്, അതായത് ഫീസ് അടയ്ക്കാൻ കാശ് ചോദിച്ചില്ലേ, ഇപ്പോൾ കിട്ടി, അതുപോലെ അനിയത്തിയുടെ സ്കൂൾ പഠനത്തിനും കാശ് കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷം പങ്കുവെക്കുന്നു. എത്ര അപമാനപ്പെട്ടാലും സാരമില്ല, മക്കളുടെ പഠനം മുടങ്ങരുത് എന്നാണ് അദ്ദേഹം കരുതുന്നത്. ഇവിടെ ജന്മിയുടെ മകൻ ഇന്നലെ രാത്രി കാണിച്ച കോപ്രായങ്ങൾ കാരണം ജന്മി ദേഷ്യപ്പെട്ട് അവനെ വീട്ടിലെ ഒരു മുറിയിൽ പൂട്ടിയിടുന്നു. ഒരു ദിവസം മുഴുവൻ അവന് ഭക്ഷണവും വെള്ളവും കൊടുക്കരുതെന്ന് പറയുന്നുണ്ട്. ഇതിനിടയിൽ ജന്മിയുടെ വീട്ടിൽ അവരുടെ കുടുംബ വക്കീൽ വരുന്നു. ജന്മിയുടെ പേരിൽ എന്ത് കേസ് വന്നാലും ഈ വക്കീലിനെ വെച്ച് പുറത്തു വരും. ഇപ്പോൾ നമ്മുടെ ഹീറോ പുതിയ സൈക്കിളിൽ കോളേജിലേക്ക് വരുമ്പോൾ ക്ലാസ്സിലെ ചില ബാക്ക് ബെഞ്ചേഴ്സ് ഹീറോയെ തടയുന്നു. എടാ, സൈക്കിളൊക്കെ പുതിയതാണല്ലോ, ഞങ്ങളൊന്ന് ഓടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് സൈക്കിൾ വാങ്ങി ഓടിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഈ സൈക്കിൾ നന്നായിട്ടുണ്ട്, ഇത് ഞങ്ങൾ തന്നെ വെച്ചോളാം, നീ മറന്നേക്കെന്ന് പറഞ്ഞ് അവർ വേഗത്തിൽ പോകാൻ നോക്കുന്നു. ഹീറോയ്ക്ക് ദേഷ്യം വരുന്നു. അവൻ സൈക്കിൾ ചവിട്ടി വീഴ്ത്തി അവരുമായി പ്രശ്നമുണ്ടാക്കുന്നു. എന്നാൽ ആ 3 പേരും ഹീറോയെ അടിക്കാൻ വരുന്നു. അപ്പോഴാണ് ചിത്ര വന്ന് ആ വഴക്ക് തടയുന്നത്. ചിത്ര ജന്മിയുടെ മകളായതുകൊണ്ട് ആ നാട് മുഴുവൻ അവളെ പേടിക്കും. അതുകൊണ്ട് ആ ബാക്ക് ബെഞ്ചേഴ്സ് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ ഹീറോയെ രക്ഷിക്കുന്നു. ഹീറോ ഒരു ചെറിയ ചിരിയോടെ സൈക്കിൾ എടുത്ത് പോകുന്നുണ്ട്. ഹീറോയ്ക്ക് ഒരു ഉറ്റ സുഹൃത്തുണ്ട്. 2 പേരും ഒരേ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. എടാ പട്ടി, എന്തിനാണ് രാവിലെ വൈകി വന്നത്, നീ കാരണം എത്ര വലിയ പ്രശ്നമാണെന്ന് അറിയാമോ എന്ന് ക്ലാസ് റൂമിൽ സംസാരിക്കുന്നു. എന്നെ ആ ചിത്രയാണ് രക്ഷിച്ചത്. ശരി, ഈ കത്ത് ആ പെൺകുട്ടിക്ക് ഒന്ന് കൊടുത്തേക്കുമോ എന്ന് ഹീറോ പറയുന്നു. എടാ, ലവ് ലെറ്റർ ആണോ? ജന്മിയുടെ മകളാണ് എന്ന് സുഹൃത്ത് പറയുമ്പോൾ, അല്ലടാ, ആ കുട്ടിയോട് സംസാരിക്കാൻ പേടിയാണ്, താങ്ക് യു എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്, കൊടുത്തേക്ക് എന്ന് പറയുന്നു. അങ്ങനെ ചിത്രയ്ക്ക് ആ കത്ത് കൊടുക്കുന്നു. ചിത്രയ്ക്ക് ചിരിയാണ് വരുന്നത്. ഇവൻ എത്ര നിഷ്കളങ്കനാണ് എന്ന് കരുതി കത്തെടുത്ത് വരാന്തയിലേക്ക് വരുമ്പോൾ അവിടെ ഹീറോയെ കാണുന്നു. എന്താ താങ്ക്സ് വാ കൊണ്ട് പറഞ്ഞാൽ പോരെ, ഇതെന്താ ലെറ്റർ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് കുറച്ച് നാണമുണ്ടായിരുന്നു, അതാണ്. എനിവേ താങ്ക് യു എന്ന് പറഞ്ഞ് ഹീറോ പോകാൻ നോക്കുന്നു. നീ പറഞ്ഞ താങ്ക് യുവിൽ ഒരു ഫീലിംഗ് ഇല്ലല്ലോ, എന്താ ഫീൽ ചെയ്ത് പറയാൻ പറ്റില്ലേ എന്ന് ചോദിച്ച് ഹീറോയുടെ അടുത്തേക്ക് വരുന്നു. ഹീറോയ്ക്ക് പേടിയാകുന്നു. ഞാൻ ഫീൽ ചെയ്ത് താങ്ക് യു പറയും, പക്ഷെ നിങ്ങളെപ്പോലെ ഒരു സുന്ദരിയായ പെൺകുട്ടിയോട് ഫീലിംഗ് കൂടി പറഞ്ഞാൽ ആ ഫീലിംഗ് വേറെ എന്തെങ്കിലും ഫീലിംഗ് വരാൻ കാരണമാകുമോ എന്നാണ് പേടി എന്ന് പറയുന്നു. വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ്, പൊയ്ക്കോ എന്ന് പറഞ്ഞ് ചിത്ര അവനെ വിടുന്നു. എന്നാൽ ഈ നിഷ്കളങ്കത ഹീറോയിന് വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അടുത്ത ദിവസം മുതൽ ഹീറോ എപ്പോൾ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് വന്നാലും വഴിയിൽ ചിത്ര നിൽക്കുന്നുണ്ടാകും. ഒരു ദിവസം ഹീറോയോട്, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നമുക്ക് ഫ്രണ്ട്സ് ആയിക്കൂടെ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഹീറോ അത് നിരസിക്കുന്നു. നിങ്ങൾ വലിയ വീട്ടിലെ കുട്ടിയാണ്, വെറുതെ പ്രശ്നം വേണ്ട, എനിക്ക് നിങ്ങളുമായി ഫ്രണ്ട്ഷിപ്പും വേണ്ട, മറ്റു ഫീലിംഗും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. എങ്കിലും ഹീറോയിന് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ഹീറോയെ കുറിച്ചുള്ള ചിന്തയാണ്. ക്ലാസ്സിൽ തിരിഞ്ഞ് ഹീറോയെ തന്നെ നോക്കിയിരിക്കുന്നു. അത് സർ ശ്രദ്ധിക്കുന്നു. ചിത്ര, എന്താ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കുൽദീപിനെ, അതായത് ഹീറോയെ പറ്റി ആലോചിക്കുകയാണ് സർ, അവൻ എങ്ങനെ ക്ലാസ്സിൽ ടോപ്പറായി എന്ന് ആലോചിക്കുകയാണ് എന്ന് തുറന്നു പറയുന്നു. ഇന്റർവെൽ സമയത്ത് ഹീറോ കുൽദീപ് ചിത്രയുടെ അടുത്ത് വന്ന്, ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്, എന്തിനാണ് ക്ലാസ്സിൽ സാറിനോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. നിന്റെ സൗഹൃദം വേണം. അല്ല, അത് വേണ്ട, അത് തെറ്റായി അവസാനിക്കും എന്ന് ഹീറോ പറഞ്ഞാലും, ശരി, തെറ്റായി അവസാനിക്കുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഹീറോയുടെ തോളിൽ ചായുന്നു. ചിത്ര വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ലൈബ്രറിയിൽ വരാൻ പറയുന്നു. എന്നാൽ ഹീറോ അവിടെ വരുന്നില്ല. ചിത്രയ്ക്ക് ദേഷ്യം വരുന്നു. കൂട്ടുകാരിയോട് ഞാൻ പറഞ്ഞിട്ടൊരുത്തൻ വരാതിരിക്കുന്നോ എന്ന് ദേഷ്യപ്പെടുന്നു. ഹീറോ വീട്ടിലേക്ക് വേഗത്തിൽ പോകുന്നു. ഹീറോയെ അന്വേഷിച്ച് ചിത്ര അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്തിനാ ഇവൾ ഇവിടെ വന്നത് എന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നില്ല. ഹീറോയുടെ അമ്മ ചിത്രയെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്നു. നിങ്ങൾ ജന്മിയുടെ മകളല്ലേ, ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് കഴിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നു. ഇപ്പോൾ ഹീറോ ചിത്രയുടെ അടുത്ത് വന്ന്, നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. നീ എന്തിനാ എന്നെ കണ്ട് പേടിച്ചോടുന്നത്, നീ എവിടെ പോയാലും ഞാൻ അവിടെ വരും.
ശരി, നിനക്ക് എന്താണ് വേണ്ടത്? രാത്രി ക്ഷേത്രത്തിനടുത്തേക്ക് വാ, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ചിത്ര വിളിക്കുന്നു. കുൽദീപിന് ആകെ പേടിയാകുന്നു. സുഹൃത്തിനോട് കാര്യം പറയുന്നു. ശരി, എന്താണെന്ന് പോയി ചോദിച്ചിട്ട് വാ എന്ന് സുഹൃത്ത് പറയുന്നു. രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം ഹീറോ പതുക്കെ പുറത്തിറങ്ങുന്നു. എന്നാൽ അച്ഛൻ ഉണർന്നിരിക്കുകയായിരുന്നു. എവിടെ പോവാ മോനെ എന്ന് ചോദിക്കുമ്പോൾ കട വരെ പോയിട്ട് വരാം എന്ന് നുണ പറയുന്നു. തെരുവ് നായ്ക്കൾ ഉണ്ടാകും, ഞാനും വരാം എന്ന് പറഞ്ഞ് അച്ഛനും കൂടെ വരുന്നു. എങ്ങനെയോ അച്ഛനെ അവിടെ നിർത്തി ഹീറോ ക്ഷേത്രത്തിനടുത്തേക്ക് പോകുന്നു. അവിടെ ചിത്ര കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ മാറുമെന്ന് വിചാരിച്ചില്ല, ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്ന് ചിത്ര പറയുന്നു. എന്നാൽ ഹീറോ ഉടനെ നോ പറയുന്നുണ്ട്. എന്തുകൊണ്ട് നോ? ഞാൻ ആരാണെന്ന് അറിയില്ലേ? ജന്മിയുടെ മകളാണ് എന്ന് പറയുമ്പോൾ എന്റെ പേര് കുൽദീപ്, എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, ഞാനൊരു റാങ്ക് ഹോൾഡർ ആണ്. എന്നാൽ നിന്റെ അച്ഛന്റെ പേരും വെച്ച് നിനക്കൊരു ഐഡന്റിറ്റിയും ഇല്ല. അതുകൊണ്ട് മനസ്സിലാക്കൂ, എനിക്ക് നിന്നെ പ്രണയിക്കാൻ കഴിയില്ല. എനിക്ക് എന്റെ പഠനമാണ് പ്രധാനം, കുടുംബമാണ് പ്രധാനം എന്ന് ഹീറോ പറയുന്നു. മറുപടിയായി ഹീറോയിൻ, ശരി, എനിക്കൊരു ഐഡന്റിറ്റി വന്നാൽ വരുന്ന സെമിസ്റ്ററിൽ നിന്നെ തോൽപ്പിച്ച് ഞാൻ ഫസ്റ്റ് റാങ്ക് വാങ്ങിയാൽ നീ എന്നെ പ്രണയിക്കുമോ എന്ന് ചോദിക്കുന്നു. നീ ആദ്യം വാങ്ങി കാണിക്കേ, നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാമെന്ന് ഹീറോ പറയുന്നു. അത് ഹീറോയിൻ ഒരു ചലഞ്ചായി ഏറ്റെടുക്കുന്നു. അത്രയുള്ളൂ. ആ നിമിഷം മുതൽ ഹീറോയിൻ ഭയങ്കരമായി പഠിക്കാൻ തുടങ്ങുന്നു. എന്താ ഇവളൊക്കെ പഠിക്കുമോ എന്ന് അധ്യാപകൻ പോലും അത്ഭുതപ്പെടുന്നു. ഹീറോയിന്റെ സുഹൃത്തും ഇതെന്താ ഇവൾ ഭയങ്കര പഠിത്തമാണല്ലോ, കുൽദീപ് ആണോ കാരണം എന്ന് ചോദിക്കുന്നു. രാത്രി മുഴുവൻ ഇരുന്ന് ഹീറോയിൻ പഠിക്കുന്നു. അത് അച്ഛനും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ദിവസം അച്ഛന്റെ സുഹൃത്തായ പോലീസ് ഇൻസ്പെക്ടർ വരുമ്പോൾ അയാളും ഹീറോയിനെ കളിയാക്കുന്നു. ഇവിടെ കുൽദീപിന് ചിത്ര ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. വീട്ടിൽ അനിയത്തിയും ഇപ്പോൾ രാത്രിയിലൊക്കെ പുറത്തു പോകുന്നുണ്ടല്ലോ, എന്താ നടക്കുന്നത് എന്ന് ചോദിക്കുന്നു. സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് വരുന്നു. കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് ഹീറോയിൻ ടോപ്പർ ആകുന്നു. അത് ഹീറോ കാണുന്നു. ഹീറോയിൻ കുൽദീപിനെ തേടി ക്ലാസ്സിൽ വരുമ്പോൾ അവൻ അവിടെയില്ല. അവന്റെ ഏരിയയിൽ പോയി സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറയുന്നു. കുൽദീപിന്റെ വീട്ടിൽ പോയി നോക്കിയാലും അവനില്ല. ഹീറോയിന് ദേഷ്യം വരുന്നു. കുൽദീപ് എന്നായാലും കോളേജിൽ വന്നല്ലേ പറ്റൂ, അപ്പോൾ കാണിച്ചു കൊടുക്കാം എന്ന് പറയുന്നു. ഇപ്പോൾ രാത്രി സ്വപ്നത്തിലൊക്കെ കുൽദീപിനെ കാണുന്നു. ഇതിനിടയിൽ ആ ബാക്ക് ബെഞ്ചേഴ്സ് കുൽദീപിനും ചിത്രയ്ക്കും തമ്മിൽ എന്തോ നടക്കുന്നുണ്ട്. നല്ല അവസരം വരുമ്പോൾ ഇത് പുറത്തുവിടണം എന്ന് പ്ലാൻ ചെയ്യുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്നു. 4-5 ദിവസം കഴിഞ്ഞിട്ടും കുൽദീപ് വരാത്തത് കൊണ്ട് ചിത്ര ടെൻഷനായി കുൽദീപിന്റെ സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തി കുൽദീപിനെ വിളിപ്പിക്കുന്നു. അങ്ങനെ കുൽദീപ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നു. ചിത്ര ബുള്ളറ്റുമായി അവിടേക്ക് പോകുന്നുണ്ട്. കുൽദീപിന്റെ സുഹൃത്ത് അവനെ വിളിച്ച് ചിത്ര അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നു. കുൽദീപ് നാട്ടിൽ നിന്ന് മാറി പണി നടക്കുന്ന ഒരു വീട്ടിലിരുന്ന് പഠിക്കുകയായിരുന്നു. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ചിത്ര വന്ന് അവനെ പിടിക്കുന്നു. അവനെ സംസാരിക്കാൻ സമ്മതിക്കാതെ ഉടനടി ഒരു ചുംബനം നൽകുന്നു. അത്രയുള്ളൂ. ആ നിമിഷം കുൽദീപിന്റെ മനസ്സ് മാറുന്നു. ചിത്രയ്ക്ക് സ്വന്തമാകുന്നു. അതുവരെ പഠനം പഠനം എന്ന് നടന്ന പയ്യൻ ചിത്രയുടെ നിയന്ത്രണത്തിലാകുന്നു. അങ്ങനെ കോളേജിൽ അവരുടെ ലവ് സ്റ്റോറി തുടങ്ങുന്നു. രണ്ടുപേരും ഒന്നിച്ച് ലീവ് എടുത്ത് കറങ്ങാൻ തുടങ്ങുന്നു. ചിത്ര ക്ലാസ് കട്ട് ചെയ്ത് കുൽദീപിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നു. നീ പഠിച്ചോ, പക്ഷെ കുറച്ച് സമയം പ്രണയിക്കാൻ താ എന്ന് പറഞ്ഞ് അവർ ആത്മാർത്ഥമായി പ്രണയിക്കാൻ തുടങ്ങുന്നു. മാന്തോപ്പിലൊക്കെ പോയി സമയം ചിലവഴിക്കുന്നു. ഒരു ദിവസം ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചേഴ്സ്, സർ, നല്ലവനായ കുൽദീപ് ആബ്സെന്റ് ആണ്, ചിത്രയും ആബ്സെന്റ് ആണ്, എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അധ്യാപകൻ ദേഷ്യപ്പെട്ട് അവരെ പുറത്താക്കുന്നു. മാന്തോപ്പിൽ വെച്ച് ചിത്ര, നീ നന്നായി പഠിച്ചോ, പക്ഷെ എനിക്കായി കുറച്ച് സമയം ചിലവഴിക്കൂ, 1 മണിക്കൂറെങ്കിലും ഫോണിൽ സംസാരിക്കൂ എന്ന് ചോദിക്കുന്നു. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത്, ഈ പ്രണയം പഠനത്തെ ബാധിക്കുമോ എന്ന് പേടിയുണ്ട്, എങ്കിലും പ്രണയിക്കാൻ തുടങ്ങി, പക്ഷെ പഠനം കഴിയുന്നത് വരെ എന്നെ ഫ്രീ ആയി പഠിക്കാൻ വിടണം എന്ന് ഹീറോ പറയുന്നു. ഇപ്പോൾ കുൽദീപ് വീട്ടിലെത്തുന്നു. അനിയത്തി പ്രണയകാര്യം അറിഞ്ഞതുകൊണ്ട് അവൾ കളിയാക്കുന്നു. ചിത്രയുടെ നിർബന്ധത്തിന് വഴങ്ങി കുൽദീപ് ഒരു ദിവസം കോളേജിൽ ലീവ് എടുക്കുന്നു. സൈക്കിൾ ഒരു മരത്തിൽ കെട്ടിവെച്ചിട്ട് ചിത്രയുടെ വണ്ടിയിൽ കയറുന്നു. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സ്വകാര്യമായി ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞ് നാട്ടിൻ പുറത്തുള്ള ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് ബാക്ക് ബെഞ്ചേഴ്സ് കാണുകയും ആരെയോ വിളിച്ച് പറയുകയും ചെയ്യുന്നു. ചിത്രയും കുൽദീപുമായി ആ വീട്ടിൽ സംസാരിച്ച് അടുത്തിരിക്കുന്നു. കുൽദീപിന്റെ ഷർട്ടൊക്കെ അഴിക്കുന്നു. പെട്ടെന്ന് വെടിയൊച്ച കേൾക്കുന്നുണ്ട്. എന്താ ശബ്ദം എന്ന് കുൽദീപ് ചോദിക്കുന്നു. നീ അവിടെ ഇരിക്കെ, ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ജനലിലൂടെ നോക്കുമ്പോൾ ചിത്രയുടെ ചേട്ടനും ആളുകളും വരുന്നത് കാണുന്നു. ചിത്ര കുൽദീപിനോട്, നീ പേടിക്കണ്ട, ടെറസിലേക്ക് പോകൂ, എന്റെ ചേട്ടനാണ്, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവനെ മുകളിലേക്ക് അയക്കുന്നു. എന്നാൽ ടെറസിലെത്തിയ കുൽദീപിന്റെ തലയ്ക്ക് ആരോ അടിക്കുന്നു. കുൽദീപ് അവിടെ ബോധം കെട്ട് വീഴുന്നുണ്ട്. അത് മറ്റാരുമല്ല, ചിത്രയുടെ ചേട്ടൻ തന്നെയായിരുന്നു.
ചിത്രയും കുൽദീപും പ്രണയിക്കുന്ന കാര്യം ചിത്രയുടെ വീട്ടിൽ അറിയുന്നു. എടാ, ഞങ്ങളുടെ വീട്ടിലെ പെണ്ണിനെയാണോടാ പ്രണയിക്കുന്നത് എന്ന് ചോദിച്ച് ഷർട്ടൊക്കെ കീറിയ നിലയിൽ കുൽദീപിനെ ചിത്രയുടെ വീട്ടിൽ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിക്കുന്നു. ജന്മി വന്ന് രണ്ടുപേരെയും വെച്ച് ഈ നാട്ടിൽ ആരും പ്രണയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ജാതി വിട്ട് എന്റെ മകളെ തന്നെ നോക്കുന്നു എന്ന് പറഞ്ഞ് കുൽദീപിനെ അടിക്കുന്നു. കുൽദീപിന്റെ അച്ഛനെയും അവിടെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് അടിക്കുന്നുണ്ട്. അമ്മയെയും അടിക്കുന്നു. കുൽദീപിന്റെ അച്ഛൻ ജന്മിയുടെ കാലിൽ വീണ് അയ്യോ ഞങ്ങൾക്കൊന്നും അറിയില്ല, എന്റെ മകൻ പഠിക്കുന്ന പയ്യനാണ്, വിടൂ എന്ന് കരഞ്ഞപേക്ഷിക്കുന്നു. ജന്മി മകളെ വിളിച്ച് നീ സത്യമായി ഇവനെ സ്നേഹിക്കുന്നുണ്ടോ? രണ്ടുപേരും മനസ്സറിഞ്ഞാണോ സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ചിത്ര പറയുന്നു, ഇല്ല അച്ഛാ, ഞാൻ ഇവനെ സ്നേഹിച്ചിട്ടേയില്ല, ഇവനാണ് പ്രണയം എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്തത് എന്ന് പറഞ്ഞ് അവൾ കൂളായി മുറിയിലേക്ക് പോകുന്നു. ഇത് കുൽദീപിനെ വല്ലാതെ ഞെട്ടിക്കുന്നു. ഞാൻ എത്ര വേണ്ട എന്ന് പറഞ്ഞിട്ടും പ്രണയം എന്ന് പറഞ്ഞ് പുറകെ നടന്നത് ഇവളാണ്. അവസാനം ഇവൾ ഇങ്ങനെ പറഞ്ഞല്ലോ, എന്റെ ഭാവി തന്നെ ചോദ്യചിഹ്നമായി മാറിയല്ലോ എന്ന് പറഞ്ഞ് അവൻ തകർന്നു പോകുന്നു. അവിടെ വെച്ച് ജന്മി കുൽദീപിനെ പൊതിരെ തല്ലുന്നു. കുൽദീപിന്റെ അച്ഛന്റെ കയ്യിൽ ആണിയടിക്കുന്നു. കുൽദീപിനെയും അച്ഛനെയും അമ്മയെയും അവരുടെ കോളനിയിലേക്ക് കൊണ്ടുപോയി തീർക്കാൻ പറയുന്നു. അങ്ങനെ 3 പേരെയും അടിച്ച് റോഡിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് ചിത്രയുടെ ചേട്ടനും ആളുകളുമാണ്. അവരുടെ കണ്ണിൽ വെറിയുണ്ട്. അപ്പോഴാണ് കുൽദീപിന്റെ അനിയത്തി കുടുംബത്തെ കണ്ട് ഓടി വരുന്നത്. ചിത്രയുടെ ചേട്ടൻ അനിയത്തിയുടെ വസ്ത്രം പിടിച്ചു വലിക്കുന്നു. അങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അവളെ അപമാനിക്കുന്നു. ഇപ്പോൾ അവർ 4 പേരും കെട്ടിപ്പിടിച്ച് സ്വന്തം വീട്ടിലേക്ക് ഓടുന്നു. എന്നാൽ ആ 4 പേരെയും വീടിനുള്ളിലാക്കി ചിത്രയുടെ ചേട്ടൻ വീടിന് ചുറ്റും മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നു. കുൽദീപിന്റെ അമ്മ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് കുറച്ച് ആഭരണങ്ങളും സർട്ടിഫിക്കറ്റുകളും എടുത്ത് ബാഗിലെടുത്തു. തീയിൽ നിന്ന് രക്ഷപ്പെടാൻ വീടിന്റെ പിൻഭാഗത്ത് ഏണി വെച്ച് ചാടി അവർ രക്ഷപ്പെടുന്നു. നാട്ടുകാർ ഇത് പോലീസിനെ അറിയിക്കുന്നുണ്ടെങ്കിലും ഇൻസ്പെക്ടർ ജന്മിയുടെ ആളായതുകൊണ്ട് കാര്യമാക്കുന്നില്ല. കുൽദീപ് കുടുംബത്തോടൊപ്പം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഈ വിവരം ചിത്രയുടെ ചേട്ടൻ അറിയുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും അവർ രക്ഷപ്പെട്ടോ? ശരി, ഇനി അവർ ഈ നാട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞു വിടുന്നു. ഹീറോയും കുടുംബവും രാത്രി ബസ് കയറി അവിടെ നിന്ന് പോകുന്നതായി കാണിക്കുന്നു. ഹീറോയുടെ കുടുംബത്തിന് അത് വലിയ ആഘാതമാണ്. സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു. ഇനി മക്കളുടെ പഠനം എന്ത് ചെയ്യുമെന്ന് അച്ഛൻ അറിയില്ല. ഇപ്പോൾ അവർ മുംബൈയിൽ വരുന്നു. കുൽദീപിന്റെ ഒരു സുഹൃത്ത് അവിടെയുണ്ട്. അവൻ അവരെ സ്വന്തം കുടുംബത്തെ പോലെ കണ്ട് സഹായിക്കുന്നു. എന്നാൽ ഹീറോയുടെ അനിയത്തി ആകെ തകർന്ന അവസ്ഥയിലാണ്. അവൾക്ക് വസ്ത്രം മാറാൻ കൊടുത്ത് മുറിയിലേക്ക് അയക്കുന്നു. ആ സമയത്ത് ഹീറോയുടെ അച്ഛൻ കരയുന്നുണ്ട്. അപ്പോഴാണ് മുറി പൂട്ടിയതായി ശ്രദ്ധിക്കുന്നത്. വാതിൽ പൊളിച്ചു നോക്കുമ്പോൾ അപമാനം താങ്ങാനാവാതെ ഹീറോയുടെ അനിയത്തി ആത്മഹത്യ ചെയ്തതായി കാണുന്നു. ഇത് കണ്ട് ഹീറോ തകർന്നു പോകുന്നു. അനിയത്തിയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഒരു ചെറിയ പ്രണയം കാരണം നമ്മുടെ കുടുംബവും ജീവിതവും മാറിപ്പോയി എന്ന് പറഞ്ഞ് കരയുന്നു. അനിയത്തിയെ അടക്കം ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം മുംബൈയിൽ രഹസ്യമായി ഹീറോയും കുടുംബവും ജീവിക്കുന്നു. ഇവിടെ ഹീറോയിൻ ചിത്ര വീട്ടിലിരുന്ന് ന്യൂഡിൽസ് കഴിക്കുന്നു. സുഹൃത്ത് ചോദിക്കുന്നു, ആ പയ്യൻ വേണ്ട എന്ന് പറഞ്ഞതല്ലേ, എന്തിനാണ് അവന്റെ ജീവിതം നശിപ്പിച്ചതെന്ന്. എനിക്ക് ആ സമയത്ത് രക്ഷപ്പെടണമെന്ന് തോന്നി, അതിനെപ്പറ്റി ഇപ്പോൾ സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് സുഹൃത്തിനെ പറഞ്ഞയക്കുന്നു. സുഹൃത്ത്, നിന്നെപ്പോലെ ഒരു സ്വാർത്ഥയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു പോകുന്നു. മറ്റൊരു ഭാഗത്ത് ജന്മി മകൾക്ക് കല്യാണാലോചന തുടങ്ങുന്നു. അതേസമയം മുംബൈയിൽ ഹീറോ വലിയ ദുഃഖത്തിലാണ്. ഇത് കണ്ട് സുഹൃത്ത്, ജീവിതത്തിൽ വലിയ സംഭവം നടന്നു, പക്ഷെ അത് കടന്നു പോകുന്നതാണ് ജീവിതം. ഞാൻ റിക്ഷ ഓടിച്ചാണ് നിങ്ങളെ നോക്കുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. നീയും എൻ്റെ കൂടെ റിക്ഷ ഓടിക്കാൻ പഠിക്ക് എന്ന് പറയുന്നു. ഈ റിക്ഷ നമ്മുടെ ഷെയർ ഓട്ടോ പോലെയാണ്. അങ്ങനെ ടോപ്പർ ആകേണ്ട ഹീറോ ഇപ്പോൾ റിക്ഷ ഓടുന്ന ജോലി ചെയ്യുന്നു. ഓരോ ദിവസവും ഹീറോയിൻ തന്നെ വഞ്ചിച്ചതാണ് ഹീറോയുടെ ഓർമ്മയിൽ വരുന്നത്. അതേസമയം ഹീറോയുടെ നാട്ടിലേക്ക് മന്ത്രി വരുന്നു. മന്ത്രിക്ക് ജന്മിയോട് ദേഷ്യമുണ്ട്. ഹീറോയുടെ വീടിന് മുന്നിൽ വന്ന് ഫോട്ടോ എടുക്കുന്നു. നാട്ടുകാർ പ്രശ്നമുണ്ടാക്കുന്നു. ആ കുടുംബത്തെ ജന്മി നാട് കടത്തി ആരും ചോദിക്കാനില്ലേ എന്ന് ചോദിക്കുന്നു. മന്ത്രി ഈ വിഷയം ഏറ്റെടുക്കുന്നു. ജന്മിക്കും നിയമപരമായ പ്രശ്നങ്ങൾ വരുന്നു. വക്കീൽ പറയുന്നുണ്ട്, മന്ത്രി വിഷയം ഏറ്റെടുത്തു. ആ പയ്യന്റെ കുടുംബം മുംബൈയിലുണ്ടെന്ന് കേട്ടു. അവരെ ഇല്ലാതാക്കിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ജന്മി ആ കുടുംബത്തെ നശിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഒപ്പം മകളുടെ കല്യാണം ആ ഇൻസ്പെക്ടറുമായി നടത്താനും തീരുമാനിക്കുന്നുണ്ട്. ഹീറോയിന് കല്യാണത്തിന് താല്പര്യമില്ല. അവൾ അത് മുടക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഇവിടെ ഹീറോ റിക്ഷ ഓടിക്കുമ്പോൾ UPSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓട്ടോയിൽ കയറുന്നു. അവളുടെ ബുക്കുകൾ കണ്ട് സംസാരിച്ച് നല്ല സുഹൃത്തുക്കളാകുന്നു ഇരുവരും. അവിടെ ഒരു IAS അക്കാഡമി ഉള്ളത് ഹീറോ കാണുന്നു. ആ പെൺകുട്ടിയുടെ സഹായത്തോടെ ഹീറോ വീണ്ടും പഠിക്കാൻ തുടങ്ങുന്നു.
സീൻ കട്ട് ചെയ്ത് ഹീറോ നന്നായി പഠിച്ച് UPSC പരീക്ഷ എഴുതി ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നു. അതേസമയം ഹീറോയിന് വേറെ വരനെ കിട്ടാത്തത് കൊണ്ട് ഇൻസ്പെക്ടറുമായി കല്യാണം നടക്കുന്നു. ഇഷ്ടമില്ലാത്ത ജീവിതം നയിക്കുന്നു. നമ്മുടെ ഹീറോ IAS ഒക്കെ കഴിഞ്ഞ് ഒരു IAS ഓഫീസറായി കോട്ടും സ്യൂട്ടും ഇട്ട് ഏത് നാട്ടിൽ നിന്ന് അപമാനിക്കപ്പെട്ടോ അതേ നാട്ടിലേക്ക് ഒരു വലിയ ഉദ്യോഗസ്ഥനായി വന്നു നിൽക്കുന്നു. അവനെ കണ്ട് ഹീറോയിൻ നടുങ്ങുന്നു. ജന്മിയുടെ എതിരാളിയായ മന്ത്രി ഹീറോയുടെ കൂടെ ചേരുന്നു. ഇതിനുശേഷം അധികാരിയായ ഹീറോ പ്രതികാരം ചെയ്യണം എന്ന ലക്ഷ്യത്തോടെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അതിനുശേഷം അവിടെ എന്ത് നടക്കുന്നു എന്നത് സീസൺ 2-ലാണ് പറയുക എന്ന് പറഞ്ഞ് സീസൺ 1 അവസാനിപ്പിക്കുന്നു. സീസൺ 2 ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.